ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമ്മുടെ കുഞ്ചാക്കോ ബോബനെ ചാക്കോച്ചനെ ക്ഷണിച്ചു. എന്തിനാണെന്നല്ലേ? സ്കൂളിലെ ഉച്ചഭക്ഷണം കഴിക്കാൻ അദ്ദേഹവും വരുമെന്നാണ് പറഞ്ഞത്. സംഭവം ഇതാണ്: ജയിലുകളിലല്ല സ്കൂളുകളിലാണ് നല്ല ഭക്ഷണം കൊടുക്കേണ്ടത് എന്ന കുഞ്ചാക്കോ ബോബന്റെ പ്രസ്താവനയോട് മറുപടിയായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ചാക്കോച്ചന് ഇങ്ങനൊരു ക്ഷണം നൽകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജയിലുകളിലാണോ സ്കൂളുകളിലാണോ നല്ല ഭക്ഷണം വേണ്ടത്? നല്ല ഭക്ഷണം രണ്ടിടത്തും വേണം. പക്ഷെ അതല്ല പ്രശ്നം. സ്കൂളുകളിൽ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ആഡംബരത്തിന് വേണ്ടിയാണോ അതോ ആവശ്യത്തിന് വേണ്ടിയാണോ? കുഞ്ചാക്കോ ബോബൻ വന്നു കഴിഞ്ഞാൽ അവിടെ സദ്യ നടക്കും, വിദ്യാഭ്യാസ മന്ത്രി വരും, ബഡാ ഖാന ഉണ്ടാവും, അത് വേറെ വകുപ്പ്. അതല്ല, സാധാരണ നിലയിൽ സ്കൂളിൽ കൊടുക്കുന്ന ഭക്ഷണം ആവശ്യത്തിന് വേണ്ടിയാണോ ആഡംബരത്തിന് വേണ്ടിയാണോ? തീർച്ചയായും ആവശ്യത്തിന് വേണ്ടി ആയിരിക്കണം. കൊച്ചുകുട്ടികളല്ലേ, അവർക്ക് ചോറും കറിയും കൊടുത്താൽ മതി. അതല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി, പിന്നെ ഒരു നെയ്ച്ചോറ്, പിന്നെ മറ്റു വസ്തുക്കൾ, ഇതൊക്കെ അനാവശ്യ ആഡംബരമാണ്. കാരണം ഉച്ചഭക്ഷണം പ്രതീക്ഷിച്ച് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി പോലും കേരളത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ വടക്കേ ഇന്ത്യയിലേക്ക് ചെല്ലണം. ഒറീസയിലോ ബീഹാറിലോ ഒക്കെ ഉച്ചഭക്ഷണം കഴിയുന്നവർ പിള്ളേരൊക്കെ വീട്ടിൽ പോകും. കാരണം അവർ അത് പ്രതീക്ഷിച്ചാണ് വരുന്നത്. അവിടെ പഠിച്ചോ അതൊന്നൊരു വിഷയമല്ല. ആ സംവിധാനമല്ല കേരളത്തിലുള്ളത്. ഭക്ഷണം വേണ്ടെന്നോ കൊടുക്കണ്ടെന്നോ നല്ല ഭക്ഷണം കൊടുക്കേണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. അതിൽ ആഡംബരമായി ധൂർത്തായി കൊണ്ടു നടക്കുന്നതിനോടാണ് എൻ്റെ എതിർപ്പ്. കാരണം കേരളത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം. ശമ്പളം കൊടുക്കാൻ കടമെടുക്കുന്നു, ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നു. ഈ അടുത്തിടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. പല ഓപ്പറേഷനും മാറ്റിവെക്കുക ഉപകരണങ്ങളില്ലാത്തതിൻ്റെ പേരിൽ. അതൊന്നും വേണ്ട. ഒരു സർക്കാർ ആസ്പത്രിയിലേക്ക് ചെല്ല്, ഒരു മരുന്നും അവിടെ കൊടുക്കുന്നില്ല. വല്ല പാരാസെറ്റമോളോ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അതിനപ്പുറം വിലയുള്ള ഒരു മരുന്നും കൊടുക്കുന്നില്ല. പണമില്ലാതെ തന്നെ കാരണം. മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്കെല്ലാം കൂടുതലാണ് കുടിശ്ശികയുള്ളത്. കാരുണ്യ പദ്ധതിയൊക്കെ മെതിച്ചാരെ ഒഴുകിപ്പോയിട്ട് കാലങ്ങളായി. അങ്ങനെ എല്ലാ രംഗത്തും ഒരു സാമ്പത്തിക ഞെരുക്ക് നമ്മൾ അനുഭവിക്കുകയാണ്. ഇതൊന്നും വേണ്ട, പെരുമഴയാ, റോഡുകളൊക്കെ തോടുകളായി. അതിനും പണമില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ സാമ്പത്തികമായി ആകപ്പാടെ ഞെരുങ്ങിയിരിക്കുന്ന ദരിദ്ര സംസ്ഥാനത്ത് ദരിദ്ര സർക്കാരിന് ആഡംബരപൂർണമായ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമോ? കൊടുക്കുന്നത് ശരിയാണോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തിലെ ഒരു വിദ്യാർത്ഥിയും ഉച്ചഭക്ഷണം പ്രതീക്ഷിച്ച് സ്കൂളിലേക്ക് പോകുന്നില്ല. ഭക്ഷണം കൊടുക്കണം, മെനു ഭക്ഷണം ന്യായമായിട്ടും വൃത്തിയായിട്ടും കൊടുക്കണം, അത്രേ ഉള്ളൂ. അതല്ലാതെ ഗവൺമെന്റ് മഹത്വം കാണിക്കാൻ മേനി പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യമന്ത്രി ഒന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. അതാണ് എൻ്റെ ആക്ഷേപം.